നിയമസഭയിലെ ശരീരനിന്ദ പ്രയോഗം ആവർത്തിച്ച് മുഖ്യമന്ത്രി. നീളം കുറഞ്ഞ നജീബ് കാന്തപുരത്തെ അല്ല, ആരോഗ്യം കുറഞ്ഞ മറ്റൊരാളെയാണ് താൻ പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. അത്രയും എന്താ അർത്ഥം? അതൊരു കാറ്റ് വന്നാൽ തന്നെ വീട് പോകും. മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇരിക്കുമ്പോൾ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ച്മാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവരെ പോയി ഒരു വനിതാ വാച്ച്മാനെ തള്ളുകയാണ്, ബലമായിട്ട് തള്ളുകയാണ്. മറ്റൊന്ന് കാണുന്നത് ഈ വാച്ച്മാനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ചു വലിക്കുകയാണ് ഇങ്ങോട്ട്. ആ ചെയ്യുന്നത് നല്ല ആരോഗ്യമില്ലാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഒരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതൽ ഊതിയാൽ വീണു പോകുന്നയാളാണ്. ഈ പറയുന്നവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണല്ലോ. ആ ആക്രമിക്കാൻ കഴിഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ നിയമസഭാംഗമെന്ന നിലയിലുണ്ട്. അപ്പൊ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരാളടക്കം ആക്രമിക്കാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഈ ശരീരനിന്ദ പ്രയോഗം, ബോഡി ഷെയ്മിംഗ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മുഖ്യമന്ത്രിയുടെ. അതിനുശേഷം പി ചിത്രരഞ്ജൻ പറഞ്ഞതും വലിയ വിവാദമായിരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ ഉദ്ദേശിച്ചത് നജീബ് കാന്തപുരത്തെ അല്ല എന്ന് പറയുന്നു. വീണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി ശരീരനിന്ദ ആവർത്തിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ന്യായീകരണം എന്ന പേരിൽ താൻ ഉദ്ദേശിച്ചത് ഉയരക്കുറഞ്ഞ നജീബ് കാന്തപുരത്തെ അല്ല, അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടല്ലോ, ആരോഗ്യക്കുറഞ്ഞ ഒരാളാണ്, ഒരു ഊതിയാൽ പറന്നു പോകുന്ന ഒരാളാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. ഈ വാച്ചാൻ വാർഡിനൊക്കെ നല്ല ആരോഗ്യമുള്ളവരാണല്ലോ, അവരെ തെള്ളുകയാണ്, അവരുടെ ശരീരത്തിലേക്ക് അവരെ ഈ അമർന്നിരുന്നു കൊണ്ട് വലിക്കുന്നു. ഇത് ആദ്യം ചെയ്തത് ഒരു ആരോഗ്യമുള്ള ഒരാളാണ്, പിന്നീട് ചെയ്തത് തീരെ ആരോഗ്യമില്ലാത്ത ആളാണ്, ഒരു ഊതിയാൽ പറന്നു പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെയാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോഴും യഥാർത്ഥത്തിൽ ഒരു ശരീര നിന്ദ തന്നെയാണ്. ഉയരക്കുറവിനെ ഒരാളെ കളിയാക്കിയാലും ഒരാളുടെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ അതിനെ കളിയാക്കിയാലും എല്ലാം ഒരേ ഗണത്തിൽ തന്നെ പെടുത്താവുന്നത് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി അപ്പോഴും അതിനെ ഒരു ന്യായീകരണം, ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഏതെങ്കിലും തരത്തിൽ ശരീരനിന്ദ അല്ല നടത്തിയത്, നജീബ് കാന്തപുരത്തെ അല്ല നടത്തിയത് എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ നമുക്ക് ഇതിൽ നിന്ന് ബോധ്യമാകുന്നത്. മറ്റേ ഒരാളെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതും ഒരു ശരീരനിന്ദ തന്നെയാണ്. അത് മുഖ്യമന്ത്രി ഇന്ന് ഒന്നുകൂടി വിശദീകരിക്കുന്നു. അന്ന് ഉയരക്കുറവിനെയാണ് നമ്മൾ ശരീരനിന്ദയായി കണ്ടതെങ്കിൽ ഇന്ന് ഉയരക്കുറവ് മാത്രമല്ല, ആ ശാരീരിക ആരോഗ്യത്തിൻ്റെ കുറവ്, ഒരാളെ ശാരീരികമായ ആരോഗ്യക്കുറവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അംഗവൈകല്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു തരത്തിലും കളിയാക്കപ്പെടാൻ, പൊതുസമൂഹത്തിൽ കളിയാക്കപ്പെടേണ്ട ഒന്നല്ല. അതിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ചില ആളുകൾ കുറവെന്നോ അല്ലെങ്കിൽ കൂടുതലെന്നോ ഒക്കെ കാണുന്ന മറ്റ് പൊതു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ആരോഗ്യസ്ഥിതിയുള്ള ഒരു മനുഷ്യനെയും കളിയാക്കരുത്. അത് ശാരീരികപരമായ നിന്ദയാണ്, അത് ചെയ്യരുത് എന്നുള്ള വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ വിമർശനങ്ങളെല്ലാം ഉയർന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും വളരെ കൃത്യമായി തന്നെ ന്യായീകരിക്കുന്നത്, ഞാൻ ഉയരക്കുറവിനെയല്ല കളിയാക്കിയത്, ആരോഗ്യക്കുറവിനെയാണ് കളിയാക്കിയത്. യഥാർത്ഥത്തിൽ മറ്റൊരു ശരീര നിന്ദ കൂടി അദ്ദേഹം നടത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കിരൺ പറഞ്ഞതുപോലെ അയാളെയല്ല മറ്റേയാളെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മാത്രമാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരള